കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്കിടെ പോലീസുകാർ മദ്യപിച്ചൊരു വാർത്ത കണ്ടിരുന്നു. അത് CPM പ്രവർത്തകർ 200ഓളം പേര് CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പോലീസുകാരെ തടഞ്ഞു നിർത്തിയായിരുന്നു. പോലീസുകാരെ തടഞ്ഞു നിർത്തിയിരുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതായത് തടഞ്ഞു നിർത്തിയതിന് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചതിലല്ല പ്രശ്നം, പോലീസുകാരെ തടഞ്ഞു നിർത്തി എന്നതിലാണ് പ്രശ്നം. അപ്പം ഒരു പോലീസുകാർ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കരുത്, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കരുതെന്നാണോ ഇതിലൂടെ പറയുന്നത്? ഡ്യൂട്ടിക്കിടെ അരുതാത്തത് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പൊതുജനം ചൂണ്ടിക്കാട്ടിയാൽ ആ പൊതുജനത്തിന് നേരെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ പൊതുജനത്തിനെതിരെ ചുമത്താവുന്ന ഒരു നിയമമുണ്ട്. ആ ഒരു ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെതിരെ കേസെടുക്കാമെന്നുള്ളൊരു നിയമമുണ്ട്. ആ ഒരു കേസിൻ്റെ പിൻബലത്തിലാണ് ഇതുപോലെ ഈ ഒരു മങ്ങാട്ടുകവലയിൽ നടന്ന പോലീസുകാർ മദ്യപിച്ചതിനെ ചോദ്യം ചെയ്ത CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കെതിരെ കേസെടുത്തത്. 200ഓളം പേർക്കെതിരെയാണ് ഈ പോലീസ് കേസെടുത്തത്. അപ്പോൾ ഈ മദ്യപിച്ച അല്ലെങ്കിൽ ഈ പോലീസ് ജീപ്പിനുള്ളിൽ ചീട്ടുകളും മദ്യക്കുപ്പികളും കണ്ടെത്തിയ ആ ഒരു സാഹചര്യത്തിൽ ഈ പോലീസുകാർക്ക് എതിരെ എന്ത് അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നാണ് ചോദിക്കേണ്ട ചോദ്യം. ഇതാദ്യമായിട്ടൊന്നുമല്ലോ പോലീസിൽ ഇതുപോലുള്ള വീഴ്ച പറ്റുന്നത്. നിരന്തരമായിട്ടുള്ള വീഴ്ചകൾ അടിക്കടി ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മുദ്ര കുത്തി ഒഴിവാക്കപ്പെടാറുണ്ട്. അത് മുൻ സർക്കാരിൻ്റെ കാലത്തിലും അതെ, ഈ സർക്കാരിൻ്റെ കാലത്തും അല്ലെങ്കിൽ നിരന്തരമായി ഈ ഒരു വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എന്നാൽ പൊതുവേ ഒരു ഭയം എന്നുള്ളൊരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ അത് ഒരു സാഹചര്യത്തിൽ പൗരൻ്റെ അവകാശം തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ പോലീസുകാരെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഉയർന്നപ്പോൾ അതിനെ അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ ഡ്യൂട്ടിക്കിടയിൽ തന്നെ മദ്യഷാപ്പുകൾ അല്ലെങ്കിൽ അതുപോലുള്ള പോകരുതാത്ത, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഡ്യൂട്ടിക്കിടെ പോകരുതാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന വിഷ്വലുകളെല്ലാം വന്നിട്ട് പോലും അത് ഉന്നത പോലീസുകാരാണെന്ന് ഓർക്കണം, അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാത്ത ഭരണകൂടം നമ്മുടെ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആ ഒരു മാതൃകയാണോ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരമാണോ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു സമയത്ത് നമ്മുടെ കേരള പോലീസിൽ ഈ ഒരു കാവ്യവൽക്കരണം എന്നൊരു ആരോപണം CPI നേതാക്കളെല്ലാം ഉന്നയിച്ചിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഈ കേസുകൾ ഈ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി അവർക്കെതിരെ പക്ഷാപാതപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പോലീസുകാർ ആ ഒരു സർവീസിൽ ഉണ്ടായിരുന്നു എന്നതിനൊരു ആക്കം കൂട്ടുന്ന ഒരു വിവാദമായിരുന്നു അത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച് പോലീസുകാർ മാറിയാൽ ആ പൊതുജനങ്ങൾക്കാണ് ഏറ്റവും വലിയ ഒരു തലവേദന വരുന്നത്. അവരുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള നീതി നടപ്പിന് അല്ലെങ്കിൽ നീതി നടപ്പാക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആഘാതം വരുത്തുന്നത് ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനുമനുസരിച്ചുള്ള പോലീസുകാരുടെ ആ ഒരു അപ്രോച്ചുമാണ്. അതാണ് ശരിക്കും ഈ ഒരു നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മുഴുവനായിട്ട് തന്നെ തുടച്ചു മാറ്റപ്പെടേണ്ടത്. ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ജനകീയ പ്രഖ്യാപനം നമ്മുടെ കേരളത്തിലുണ്ടായതാണ്. അതായത് മദ്യത്തിനെതിരെയും ലഹരിക്കെതിരെയുമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടും ഈ പോലീസുകാർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ പുറത്തു വരുന്നത് ശരിക്കും ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ? കാരണം ഇടയ്ക്ക് ഞാനൊരു വാർത്ത കണ്ടിരുന്നു, ഓപ്പറേഷൻ തൂഫാൻ ഡ്യൂട്ടിക്കിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതിൻ്റെ ഒരു ന്യൂസ്. അതുപോലെ നിരവധി ഉണ്ട് ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്നതിനെതിരെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തൻ്റെ അല്ലെങ്കിൽ പോലീസ് മേധാവി അല്ലെങ്കിൽ പോലീസിൽ ഒരു ശുദ്ധികലശം നടത്തുകയല്ലേ വേണ്ടത്? ഈ ഒരു സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ, രാഷ്ട്രീയപരമായി വേറെ തട്ടിൽ നിന്നായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അഴിച്ചു മാറ്റിയുള്ള ഒരു ശുദ്ധികലശം നടത്തിയിരുന്നു. ഇനി സ്വഭാവദൂഷ്യപരമായിട്ടുള്ള ചീത്തപ്പേരുകളുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുകയും അവർക്കെതിരെ കർശന നടപടിയും എടുത്താൽ ഈ ഒരു സർക്കാരിൻ്റെ ആ ഒരു മുഖം കൂടുതൽ പ്രസന്നമുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ജനകീയമുള്ളതായി മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ലഹരി മരുന്ന് അല്ലെങ്കിൽ ആ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ ഒരു പദ്ധതിക്കായി പുറത്ത് ഇറങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടിക്കായി ഇറങ്ങുന്ന ആ ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഒരു മാഫിയകൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ പ്രിവിലേജ് നൽകി അവർക്ക് ഒത്താശ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയും കൂടി പോലീസിൻ്റെ സംവിധാനം വെച്ച് പഠിച്ചാൽ മുഴുവനായിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു
100% വിജയമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആവും. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാഫിയകളുണ്ട്. മണൽ മാഫിയ, ലഹരി മാഫിയ, അല്ലെങ്കിൽ ആളക്കടത്ത് മാഫിയ, അവയവക്കടത്ത്, ഇതുപോലുള്ള പലവിധ മാഫിയകളുണ്ട്. ഈ മാഫിയകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇൻ്റലിജൻസ് മുഖേന വിവരങ്ങൾ കേരള പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് എത്തുന്നുമുണ്ട്. ഇപ്പോൾ പോലീസ് വിചാരിച്ചാൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ അഴിമതികളോ എല്ലാം തടയാൻ പറ്റില്ലേ എന്ന് പൊതുജനം ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ആവശ്യമുള്ള പാരിതോഷികം വാങ്ങിച്ച് ഇതിനെതിരെ കണ്ണടയ്ക്കുന്ന ഉദ്യോഗസ്ഥരും നമ്മുടെ ഈ ഫോഴ്സിലുണ്ട്. അതില്ലാത്തതല്ല. അത് മുമ്പ് തന്നെ ഒരുപാട് കള്ളി വെളിച്ചത്ത് വന്ന ഒരു സാഹചര്യങ്ങൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ മണൽ മാഫിയ, അങ്ങനെ മണൽ കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. ഇവർ ആവശ്യമുള്ള ഒരു പാരിതോഷികം ആ ഒരു അധികാരത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ ആ ഒരു SIക്കോ അല്ലെങ്കിൽ SHOക്കോ നൽകുന്നു. അവരുടെ അറിവോടെയാണ് ഈ ഒരു ലോറി കടത്തുന്നുള്ള ആരോപണം പരിസ്ഥിതി വകുപ്പുകാർ തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ കർശനമായ നടപടി എടുക്കേണ്ട, അല്ലെങ്കിൽ സമൂഹത്തിന് വിഘാതകരമായിട്ടുള്ള ഈ ഒരു മാഫിയകളെ അടിച്ചമർത്തേണ്ട, അല്ലെങ്കിൽ ആ ചുമതലയുള്ള പോലീസുകാർ തന്നെ ഇവരിൽ നിന്ന് അച്ചാരം വാങ്ങിച്ച് ഇവർക്ക് വേണ്ടി സേവനം ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ എല്ലാം മാറണം. ഈ ഒരു കേരള പോലീസ് എന്നത് പൊതുജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും ജീവനും ഈ ഒരു പ്രധാന പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഫോഴ്സാണ് കേരള പോലീസ്. അല്ലാതെ അവരുടെ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ പൊതുജനത്തെ കണ്ട് കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ആ ഒരു കാലമെല്ലാം കഴിഞ്ഞു. നമുക്കറിയാം, നേരത്തെ പറഞ്ഞിരുന്നത് പിണറായികളുടെ ഗുണ്ടകൾ എന്നായിരുന്നു പോലീസുകാരെ വിശേഷിപ്പിച്ചിരുന്നത്. ഭരണം മാറിയിരുന്നാലും പോലീസുകാരുടെ സ്വഭാവവും പോലീസും മാറുന്നില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള അച്ചടക്ക നടപടി, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോലീസിൽ ഇത് നടത്തുന്നത് വലിയ അനിവാര്യമാണ്. അത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിച്ചേ മതിയാവൂ. കാരണം ഇപ്പോൾ തന്നെ ഈ ഇടയ്ക്ക് എത്ര കേസുകളായി മദ്യപിച്ച് വാഹനം ഓടിച്ചൊരു പോലീസ്. അപ്പം പോലീസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, തങ്ങൾക്ക് എന്തെങ്കിലും അനീതി നടന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഒരു പോലീസ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കൈക്കൂലി വാങ്ങിച്ചും മറ്റുള്ളവർക്ക്, ഉയർന്ന പദവിയിലിരിക്കുന്നവർക്ക് വേണ്ടിയും പണിയെടുക്കാതെ സാധാരണ ജനങ്ങൾക്കായിട്ട് ഇറങ്ങി സംസാരിക്കണം. അതുപോലെ ഇപ്പോൾ എടുത്ത കേസിൻ്റെ കാര്യം വരികയാണെങ്കിൽ 200 പേർക്കെതിരെ കേസെടുത്തത് വളരെ മോശമായിട്ടുള്ള നടപടിയാണ്. കാരണം പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയല്ല ചെയ്തത്, മദ്യപിച്ചെത്തിയവരെ തടഞ്ഞു നിർത്തിയാണ്. പോലീസ് ജീപ്പിൽ നിന്നും കൃത്യമായിട്ടുള്ള ചീട്ടും മദ്യക്കുപ്പികളും ഒക്കെ പിടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പോലീസിന്, അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങൾ പ്രതികരിച്ചതിനെതിരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ തൂഫാൻ പോയ ഇടയ്ക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ. ഒരു ഓട്ടോ ഡ്രൈവറായ സ്ത്രീയാണ് ഈ പോലീസുകാരനെ പിടിച്ചു നിർത്തിയതും ഒക്കെ. ഇതാണ് അവർക്കെതിരെയും കേസ് വരില്ല എന്ന് എന്താണ് പറയാൻ പറ്റുന്നത്? അപ്പം ഇത് അവർക്കെതിരെ പോലീസല്ല, തെറ്റ് ചെയ്യുന്നവർക്കെതിരെ, പ്രതികരിക്കുന്നവർക്കെതിരെ വാ പൂട്ടുകയല്ല വേണ്ടത്, ആ പോലീസിൽ കൃത്യമായിട്ടൊരു അഴിച്ചുപണി നടത്തുകയാണ് വേണ്ടത്.